ചോദിക്കട്ടെ സഖാവ് പിണറായി വിജയ, എന്തെങ്കിലും ആവട്ടെ സാധിക്കൽ, നിങ്ങളൊരു മനുഷ്യന്മാരോട് പെരുമാറാനെങ്കിലും ഒന്ന് പഠിക്കു പിണറായി വിജയ. ഒന്ന് മര്യാദക്ക് പാവങ്ങളോട്, സാധുക്കളോട്, പാർട്ടി അണികളോട്. മൈക്കാരൻ്റെ ഒക്കെ കൊല്ലിക്കിട്ട് നിങ്ങൾ പിടിച്ച പിടി കണ്ടാലും ഈ നാട്ടിൽ ജനങ്ങൾ, നിങ്ങളെ മനുഷ്യന്മാർ വെറുക്കുന്നതിന് ആ വെറുപ്പ് ഈ നാട്ടിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന മറ്റുള്ളവർക്ക് എതിരായിട്ടാണോ? ഞാൻ ചോദിക്കട്ടെ സഖാവ് പിണറായി വിജയനോട്, കേരളത്തിലെ എല്ലാ പിന്തിരിപ്പന്മാരെയും കൂട്ടുപിടിച്ച ഒരേ ഒരു മനുഷ്യൻ നിങ്ങളല്ലേ? ഈ പിണറായി വിജയൻ വന്നതിന് ശേഷമല്ലേ ഈ സകല പിന്തിരിപ്പാരങ്ങൾ കൂട്ടുപിടിക്കാൻ തുടങ്ങി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? കുറച്ചൊക്കെ നിലപാടുണ്ടായിരുന്നു. VS അച്യുതാനന്ദനെ വെട്ടിയിട്ടല്ലേ നിങ്ങൾ കുറ്റിപ്പുറത്ത് ആരാണ് അബ്ദുൽ നാസർ മദനിയെ കൊണ്ടുവന്നിരുത്തിയത്? ഉളുപ്പില്ലാതെ പിണറായി പ്രസംഗിച്ച പ്രസംഗം ഇപ്പോഴും ഇല്ലേ? അബ്ദുൽ നാസർ മദനെ ഇരുത്തിയിട്ട് എന്താ പറഞ്ഞ? ലീഗിനെ തോൽപ്പിക്കാൻ, UDF തോൽപ്പിക്കാൻ. VS അതിനെ എതിർത്തില്ലേ? VS എതിർത്തിട്ടും അന്ന് അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി മദനിയെ സീറ്റിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്നിരുത്തിയതിന്റെ പേരാണ് പിണറായി വിജയൻ എന്നത്. നിങ്ങൾക്കറിയോ? എല്ലാ പിന്തിരിപ്പന്മാരെയും ഞാനിത് എവിടെ നിന്നല്ലേ പ്രസംഗിക്കുന്നത്? നാദാപുരത്ത് 17-ാം വാർഡ് ഒന്ന് പോയി ചോദിച്ചു നോക്ക്. SDPI-കാരന്റെ വോട്ട് കൊണ്ട് നിങ്ങൾ പരസ്യ സഖ്യമുണ്ടാക്കി ജയിച്ച പ്രദേശമാണ്. നിങ്ങൾ മുഖത്ത് പോയി നോക്ക്. ഇനി ഒന്നും വേണ്ട, എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ആവശ്യമുണ്ടെങ്കിൽ. എന്താ പറയുന്നറിയോ? പിണറായി വിജയൻ നേരിട്ട് പറയാണ്, അധികാരത്തിലേക്ക് വോട്ടുകൾ തന്നവർക്ക് നന്ദി. ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ജാതി എരപ്പത്തരം ചെയ്തിട്ട് പച്ചക്ക് പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയിട്ട് പഴയ LDF-കാർ മുഴുവൻ മാറ്റിയെടുത്ത് പാർട്ടി മെമ്പർ സ്ഥാനം കൊടുത്തിട്ട് നിങ്ങൾ ഇപ്പൊ പറയാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടി. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഞങ്ങളെടുത്ത സമീപനമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയം. ഞാൻ പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായങ്ങൾ ലിഖിതപ്പെട്ടതാണ്, എഴുതി ചേർത്തതാണ്, വ്യത്യാസമില്ലാതെ നേർക്കുനേരെ. നിങ്ങൾ പരിശോധിച്ചോ, മാതൃഭൂമി പത്രമുണ്ട്, അതിൽ വന്നിട്ടുള്ള ലേഖനങ്ങളുണ്ട്. ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയപ്പോൾ ഞാൻ എഴുതിയ, പാർട്ടി നേതാക്കന്മാരൊക്കെ എഴുതിയ വേറെയുണ്ട്. എത്ര ലേഖനങ്ങളുണ്ട്? മലയാളം വാരികയിൽ എത്രയുണ്ട്? ഡോക്ടർ മുനീർ സാഹിബ് ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങൾ എത്രയുണ്ട് എന്ന് വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനത്തിന്റെ ബാക്കിൽ മാത്രം നടക്കാൻ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ആധുനിക കാലത്തെ, വർത്തമാന കാലത്തെ വിഷയം ജമാഅത്തെ ഇസ്ലാമിയാണോ? LDF ആണോ? കോമൺ സെൻസ് ഉള്ളവന് പ്രയോറിറ്റി മനസ്സിലാക്കണം. ഈ പ്രയോറിറ്റിയിൽ അതല്ല വിഷയം. രാജ്യം ഫാഷിസമാണ്. ഫാസിസ്റ്റുകൾ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുകയാണ്, രാജ്യത്തിന്റെ മൗലികത തകർക്കുകയാണ്, ഇഞ്ചിഞ്ചായി ഒരു നാട്ടിലെ തകർത്ത് കൊല്ലുകയാണ്. ആ സമയത്ത് പറഞ്ഞിരിക്കേണ്ട മാറ്റർ ജമാഅത്തെ ഇസ്ലാമി അല്ല. ആ സമയത്ത് പറഞ്ഞിരിക്കേണ്ട മാറ്റർ LDF അല്ല, PDP അല്ല. അതിന്റെ കോമൺ സെൻസ് ഞങ്ങൾക്കുണ്ട്. നിങ്ങളെ മുമ്പിലൊക്കെ മതേതരത്തെ തെളിയിക്കാൻ വർത്തമാനം പറഞ്ഞു നടക്കേണ്ട ഗതികളും ഞങ്ങൾക്കില്ല. 4 നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി ഏത് വിടുവായത്തവും പറയുന്ന പിണറായി വിജയനെ പോലെയല്ല. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ പറയുന്ന ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. മനസ്സിലായോ? അപ്പൊ ഒക്കെ സഖ്യം ഉണ്ടാക്കിയ നിങ്ങളാണ്, കക്ഷി ചേർന്ന നിങ്ങളാണ്. എന്നിട്ട് സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമി, നിങ്ങൾക്കതിന് പ്രശ്നം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ നിലപാടുകൾ നിങ്ങൾക്കറിയാം, പാണ്. എന്നിട്ട് രസമുള്ള വർത്തമാനം അതല്ല ഇയാൾ പറയുന്നത്. പഴയ തങ്ങന്മാരൊക്കെ ഭയങ്കര ഉഷാറായി, സാദിഖ് തങ്ങൾ മോശം. ഞാൻ പഴയ CPM നേതാക്കന്മാരെ കുറിച്ചല്ല പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന VS അച്യുതാനന്ദനെ കുറിച്ചാണ്. ബഹുമാന്യനായ പിണറായി വിജയ, നിങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക് നിങ്ങളും ആ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അജഗജാന്തരമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അല്ല സഖാവ് പിണറായി വിജയൻ. ഞാൻ നിങ്ങൾ അങ്ങനെ പെരുമാറുന്നു ഇങ്ങനെ പെരുമാറുന്നു അല്ല. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് അല്ല. നിങ്ങൾ കുടുംബത്തിന് വേണ്ടി കട്ടുമുതൽ ഉണ്ടാക്കിയ ആ മുതൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിലെ ഫാഷിസ്റ്റുകൾക്ക് പാർട്ടിയെ കൊണ്ടുപോയി അടിയറ വെച്ച കാട്ടുകള്ളനാണ്. നിങ്ങൾക്ക് സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറയാനുള്ള അർഹത പോലുമില്ല. അത് മനസ്സിലാക്കണം. നിങ്ങൾ ഏത് തങ്ങളെ അംഗീകരിച്ചത്? ഏത് തങ്ങൾക്കാ സിന്ദാബാദ് വിളിച്ചത്? നിങ്ങളെ വർത്താനം കേട്ടാൽ ഈ ജാതി തട്ടിപ്പൊന്നും നിങ്ങൾ ഇറക്കേണ്ട കാര്യമില്ല. പാലക്കാട് നിങ്ങൾ തോറ്റു കഴിഞ്ഞു. സഖാവ് പിണറായി വിജയൻ, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തോറ്റു കഴിഞ്ഞിട്ടുണ്ട്.